ഹായ് ഓൾ, നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഏറനാട് പെയിൻറ്റ്സ് റീസെൻ്റ്ലി ചെയ്ത വളരെ ബ്യൂട്ടിഫുള്ളും യുണീക്കും ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പ്രൊജക്റ്റ് കാണുമ്പോൾ മേ ബി പലർക്കും ഇത് എവിടെയാണ്, ഇത് ഊട്ടിയിലാണോ തോന്നാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇത് ആക്ച്വലി നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലുള്ള മേലാറ്റൂർ എന്ന സ്ഥലത്ത് ബൊഗെയിൻവില്ല ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത സൈജു ജോയ് എന്ന ക്ലയൻറ്റിൻ്റെ വീടാണ്. സോ ഇന്ന് നമുക്കിത് പരിചയപ്പെടാം. ഈ പ്രോജക്റ്റ് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ സ്റ്റൈലാണ്. സോ അതിലേക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹോൾ പ്രൊജക്റ്റിൻ്റെ കോമ്പൗണ്ട് വാൾസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഒരു പാസേജ് വേ ഏകദേശം 100 മീറ്ററോളം റോഡിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്നതാണ്. അതിൻ്റെ ഫെൻസിങ്ങും എല്ലാം ഈ ഒരു ഇംഗ്ലീഷ് കൺട്രി സൈഡിൽ നമ്മൾ കാണുന്ന പോലത്തെ വൈറ്റ് കളേർഡ് ഫെൻസിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രോജക്റ്റ് ഭംഗിയാക്കുന്നതിൽ അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ നിലത്ത് നോക്കുമ്പോൾ കാണാം, ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാസ് പേവർ ഇൻ്റർലോക്ക് എന്ന് പറയുന്ന ഇൻ്റർലോക്സ് ആണ്. സാധാരണ ഇൻ്റർലോക്സ് അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഔട്ട്ഡോർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡേഴ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ ഗ്രാസ് എല്ലാം കൊടുക്കാറ്. ഈ ഗ്രാസ് പേവർ ഇൻ്റർലോക്കിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഹോൾസ് ഉണ്ട്. അവിടെ തന്നെ നമുക്ക് നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് കൊടുക്കാം. ഇവിടെ നിങ്ങൾ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.